അപ്പോൾ നമ്മുടെ അടുത്ത ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെവിടെ പോകുന്നു? അപ്പോൾ നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ കേട്ടോ. ഇതാണ് അബുദാബിയിലെ പുതിയ പാലം അല്ലേ? കഴിഞ്ഞ ഡിസംബർ നമ്മൾ നാട്ടിൽ പോയപ്പോഴാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ. ഇവിടെ ഇനാഗ്രേഷൻ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ മന്ത്രിമാർ വരണം, MLA വരണം, ഉദ്ഘാടനം ചെയ്യണം. ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലേ? പാലം ഇത്ര ദിവസത്തിനുള്ളിൽ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ തുറന്നു കൊടുക്കും അല്ലേ? ഈ മന്ത്രിമാരും ആൾക്കാരും ഒക്കെ ഉദ്ഘാടനം ചെയ്ത് പിന്നെ കുറെ കാശ് അതിന്റെ പേര് കളയുന്നല്ലേ? ഇനാഗ്രേഷന് വേണ്ടി കുറെ കാശ്, ആൾക്കാരെയൊക്കെ വിളിച്ച് മൈക്കൊക്കെ കെട്ടി പന്തലൊക്കെ കെട്ടി വേസ്റ്റ്. അപ്പൊ ഇതാണ് ആ പുതിയ പാലം. അക്കരെ അബുദാബി കാണാം, അങ്ങ് ഹുദരിയാത്ത് ഐലൻഡ് കാണാം. ആ പാലം കറക്റ്റ് വളഞ്ഞല്ലേ? എനിക്ക് അതിനെ ബോട്ടിന് പോകാൻ വേണ്ടിയിട്ടുള്ള രീതി ക്രമീകരിച്ചേക്കുന്ന തോന്നുന്നല്ലേ? ഇത് എവിടെ നിന്ന് വരുന്ന വണ്ടിയാ? അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് എനിക്ക് യൂട്യൂബിൽ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഷോപ്പിംഗ് വീഡിയോ ഒന്നും ഇല്ലേന്ന്. ശരിക്കും പറഞ്ഞാൽ ഷോപ്പിംഗ് വീഡിയോ ഞാൻ കുറച്ചാ കേട്ടോ, നിങ്ങളെ വെറുതെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ റോഡ് നേരെ പോണേ പണ്ട് എയർപോർട്ടിലായിരുന്നു ചെല്ലുന്നത് അല്ലേ? ഇത് നാഷണൽ ഡേക്ക് വേണ്ടി സാണ്ട് ഡെക്കറേറ്റ് ചെയ്ത വണ്ടികൾ. ഇപ്പൊ അവിടെ ഒരു എയർപോർട്ട് ഇല്ല അല്ലെ? എയർപോർട്ട് ഉണ്ട്, അപ്പൊ അതല്ല എയർപോർട്ട്. ഈ സൈഡിൽ കാണുന്നത് പാർക്കാണ്, നാഷണൽ ഡേയുടെ. ജസ്റ്റിയുടെ നേരത്തെ ഓഫീസ്. ജസ്റ്റി ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ജസ്റ്റി ഓഫീസ് വർക്ക് ചെയ്തൊക്കെ ചൈനയല്ല പോകുന്നത്. നാഷണൽ ഡേക്ക് വേണ്ടി വണ്ടിയൊക്കെ സ്റ്റിക്കർ ഇട്ട് ചിറങ്ങി. ജോയ്സൂട്ടിന്റെ ചില മാനറിസംസ് ഒക്കെ ജസ്റ്റ് ചെയ്യാം. ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, വെട്ടം കുറവ്. ഞാൻ ആ സമയം ലാഭിക്കാൻ വേണ്ടിട്ടാ. ഞാൻ എപ്പോഴെങ്കിലും ലേറ്റ് ആറുണ്ടോ? അപ്പോൾ ഞങ്ങളുടെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് എന്നും അൽവാദ മോളല്ലേ ഷോപ്പിംഗ്. എന്നോട് കുറേ പേര് പറഞ്ഞു ഡെൽമ മോള് ലിറ്റിക്ക് അൽവാദ മോള് പോലെ. ഞാൻ ഡെൽമ മോള് ഞങ്ങൾ വരുക. നമുക്ക് നോക്കാമല്ലോ എത്ര പേര് നമ്മളെ അറിയുന്നവരുണ്ടെന്ന്. അറിയുന്നവരുണ്ടേ വന്ന് മിണ്ടണേ. എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ, പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലേ? എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണേ മിണ്ടേ മതിയെ, അറിയത്തില്ലേ മിണ്ടല്ല. എന്നെ കണ്ടാൽ ചിലപ്പോൾ ജാടക്കാരിയെ പോലെ തോന്നിയെങ്കിലും ഞാനൊരു പാവമാണ്, ലോലയാണ്. ബാക്കി ഒരുങ്ങി വെച്ചും വരാവേ. ഞങ്ങൾ എവിടെയെങ്കിലും പോയാൽ മിക്കപ്പോഴും ഞാൻ ഒരുങ്ങുന്നതിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷൻ വണ്ടി ഇരുന്നായിരിക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് പ്രത്യേകം പറഞ്ഞല്ലേ, വണ്ടി മുന്നോട്ട് എടുക്കുവാണെങ്കിൽ പറയണമെന്ന് ഉണ്ടോ? ഞാൻ കണ്ണെഴുതി കണ്ടിരിക്കുവല്ലേ? ആയുധം വെച്ചുള്ള കളിയല്ലേ, സൂക്ഷിക്കണ്ടേ? ഒന്നും പറ്റിയില്ലല്ലോ. എന്റെ കണ്ണെഴുതി അങ്ങോട്ട് പോയി. ഒരു സമയം കഴിഞ്ഞാൽ ഈ കണ്ണങ്ങോട്ട്. വണ്ടിയിൽ ഫ്യൂൽ അടിക്കാൻ നിർത്തിയത് കൊണ്ട് ബാക്കി മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. ഓടുന്ന വണ്ടിയാണ് അത്രയും പറ്റത്തില്ലേ. അപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഒരുക്കം. ജസ്റ്റ് കണ്ണെഴുതി ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇട്ടു. ഇത് മൊത്തം ഞാൻ വണ്ടി ഇരുന്നാണ് ചെയ്തത്. എന്തുകൊണ്ട്? നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് അല്ലേ പറയും. ഞാൻ ഒരുങ്ങിയുണ്ടാകും, വലിയ മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ. അതിനിടയ്ക്ക് വണ്ടി ഫ്യൂൽ അടിക്കാൻ കയറിയോണ്ട് കുറേ സമയം എടുത്തു. കാരണം നമ്മൾ റെൻ്റ് കാർ എടുത്തേക്കുന്നത് കൊണ്ടേ ഫ്യൂല് ഫുൾ അടിച്ചു വേണമായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് കയറുന്നതാണേ. ജസ്റ്റ് ഇവിടെ അനങ്ങുന്നില്ലല്ലോ, അങ്ങോട്ട് നോക്കൂ. ആ 32 ലിറ്റർ നിന്നോ? 33 ലിറ്റർ ലാൻഡ് റോവർ ഒക്കെ ഉണ്ട്, ജാഗ്വാർ, ലിങ്കൺ, ഫോർഡ്. ഇത് പ്രീമിയറിന്റെയാ, പ്രീമിയം മോട്ടോഴ്സ് ഉണ്ടോ? ഒരു റേഞ്ച് റോവർ എടുത്താലോ പോയിട്ട്. ഡോഡ്ജ്.
ഇതിപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായില്ലല്ലേ. ഞങ്ങൾ മെയിനായിട്ട് മുസഫയ്ക്ക് പോകാനുള്ള റീസൺ നമ്മുടെ വണ്ടി സർവീസിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു വണ്ടി റെൻ്റ് കാറും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സർവീസിങ് കഴിഞ്ഞിട്ട് വണ്ടി കിട്ടും, വണ്ടി പിക്ക് ചെയ്യണം, എടുക്കണം, പിന്നെ നമ്മൾ റെൻ്റ് കാർ എടുത്ത് തിരിച്ചും കൊടുക്കണം. അപ്പോൾ പിന്നെ ഞാനും കൂടെ പോകാൻ വഴിയില്ലല്ലോ, കാരണം നമ്മുടെ വണ്ടി കിട്ടിക്കഴിയുമ്പോൾ മറ്റേ വണ്ടി കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടും കൂടെ പോകാം. അങ്ങനെ ഞാനും ജേഡുവും താഴെ കാർ ഷോറൂമിലിരുന്നു, ജസ്റ്റ് വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് മണ്ടലോട്ട് പോയി. അങ്ങനെ ഡോഡ്ജിൻ്റെ ഷോറൂമിൽ നിന്ന് നമ്മുടെ വണ്ടി കിട്ടി. ഇനിയുള്ള പരിപാടി നമ്മുടെ ഇരിക്കുന്ന റെൻ്റ് കാറിൻ്റെ വണ്ടി തിരിച്ചു കൊടുക്കണം. അപ്പോൾ പുതിയ വണ്ടി റെൻ്റ് കാറിൻ്റെ വണ്ടി ജസ്റ്റ് എടുത്തു, നമ്മുടെ വണ്ടി ഞാനും എടുത്തു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു അബുദാബിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ട്രാഫിക് ബ്ലോക്ക് ഇല്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ചെറുതായിട്ടൊന്ന് തിരിച്ചെടുത്തു കേട്ടോ. പക്ഷേ ഞാൻ അബുദാബി എന്നാണ് പറഞ്ഞത്. മുസഫയ്ക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ട്രാഫിക് ബ്ലോക്ക് എന്നാന്ന്. ഞങ്ങൾ ഈ അബുദാബി സിറ്റി താമസിക്കുന്നവർക്ക് ട്രാഫിക് ബ്ലോക്ക് ഒന്നും അറിയത്തില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. നല്ല കാം ആൻഡ് ക്വയറ്റാണ്, സൈലൻ്റാണ്. എൻ്റെ അമ്മ ഇതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം എനിക്കൊന്നൊരു 7-8 മണിയോളം ആയിട്ടുണ്ടാവും ടൈം. എന്തൊരു ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നെന്നറിയാവോ. നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ സിഗ്നൽ മാറി മാറി പോകുന്ന കാണാം, പക്ഷെ നമ്മുടെ വണ്ടി ഒന്ന് മൂവ് ചെയ്തിട്ട് വേണ്ടേ. ജസ്റ്റ് ഫ്രണ്ടിലുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ റെൻ്റ് കാർ എടുത്ത. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കളിയാക്കി പറയുന്നില്ലേ, ജസ്റ്റിക്ക് വണ്ടി ഇല്ല എങ്കിൽ ഭയങ്കര പാടാണ്, അതുകൊണ്ട് റെൻ്റ് കാർ എടുത്ത കേട്ടോ. അതുകൊണ്ട് ജസ്റ്റിക്ക് ഇല്ലാത്തതിൻ്റെ മാത്രമല്ല, നമുക്ക് വണ്ടിയും കൊണ്ട് വേറെ ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ റെൻ്റ് കാർ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇനി അത് തിരിച്ചു കൊടുക്കാൻ പോകണം. അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഓഫീസ് ഉള്ളത് മസ്ജിദ് മോളിലാണ്. അപ്പോൾ ജസ്റ്റ് എന്നോട് പറഞ്ഞു നമ്മുടെ വണ്ടിയും കൊണ്ട് പുറകെ വാ, ജസ്റ്റ് മുന്നേ പോകാമെന്ന്. എൻ്റെ പൊന്ന് ദൈവമേ, സത്യം പറഞ്ഞാൽ മുസഫ എനിക്ക് വലിയ പരിചയമുള്ളൊരു സ്ഥലവും അല്ല. പിന്നെ എൻ്റെ അമ്മോ, അവിടുത്തെ ട്രാഫിക് ബ്ലോക്കും അവിടുത്തെ ട്രാഫിക് ജാമും അല്ലാത്ത ജാമും എല്ലാം കൂടെ ഉണ്ടല്ലോ. നമ്മുടെ മുമ്പിൽ നമുക്ക് മസ്ജിദ് മോൾ കാണാം, അതല്ലേ നമ്മൾ പോകുന്ന വഴി നമുക്ക് കാണാം. പക്ഷേ നടന്ന് ചെന്നാൽ അതിനേക്കാളും സ്പീഡിൽ ചെല്ലാവുന്ന അവസ്ഥയായിരുന്നു കേട്ടോ. മസ്ജിദ് മോളിനകത്തൊക്കെ കയറാൻ വേണ്ടിയിട്ട് എന്തോരം സമയം എടുത്തെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതിനിടെ ഇടയ്ക്ക് കൊച്ചൊരു 100 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, അപ്പം എന്തി അപ്പം എന്തിന്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇടാടാ. അവിടെ പാർക്കിംഗ് ആണേലോ അതിനേക്കാളും കഷ്ടം. മസ്ജിദ് മോളിൻ്റെ എനിക്കൊന്ന് അകത്ത് പാർക്കിംഗ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ജസ്റ്റ് എന്നോട് പറഞ്ഞു മസ്ജിദ് മോളിനകത്താണ് അവരുടെ ഓഫീസ്, അപ്പോൾ അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എവിടെയോ ഒരു പാർക്കിംഗ് കിട്ടി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പം അങ്ങനെ പിന്നെ ഞാനും ജേഡും കൂടെ ജസ്റ്റിക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറേ ഇരുന്ന് ഞങ്ങൾ പോസ്റ്റായി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് വന്നു. ഇതല്ലേ മസ്ജിദ് മോളിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരുന്നുണ്ട് ജസ്റ്റ്. അങ്ങനെ അവിടെ നിന്ന് വണ്ടിയെല്ലാം എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ വണ്ടിക്ക് ഫ്യൂൽ അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം കുറച്ച് ദിവസം സർവീസ് സെൻ്ററിൽ എനിക്കൊന്ന് 3 ദിവസം കിടന്നു തോന്നുന്നു, 2 ദിവസമാണെന്ന് തോന്നുന്നു മാക്സിമം കിടന്ന്. നമ്മുടെ വണ്ടിയുടെ ഫ്യൂലൊക്കെ തീർന്നായിരുന്നു. പിന്നെ നമ്മൾ പോയി ഫ്യൂൽ അടിച്ചു. അവിടെ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു പെരുന്നാളിൻ്റെ ആളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ക്യൂവിൽ വെയിറ്റ് ചെയ്യേ. ഞാനും ജേഡും പോയി ഒരു കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നമുക്ക് കോഫി വൈകുന്നേരം ആകുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ മക്ഡൊണാൾഡ്സിൽ കയറി ഒരു കോഫിയൊക്കെ വാങ്ങിച്ച് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വണ്ടിയിൽ ഫ്യൂൽ അടിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ഏത് മോളാണ് അറിയാമല്ലോ, ഡെൽമ മോളിലാണ് പോയത്. ഒത്തിരി നാളായിരുന്നു ഡെൽമ മോളിൽ പോയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോളാണ് കേട്ടോ. കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോപ്സും ഉണ്ട് ഡെൽമ മോളിൽ. അങ്ങനെ ഡെൽമ മോളിൽ ചെന്നു, വണ്ടി പാർക്കിങ്ങിന് കൊടുത്തു, പിന്നെ നമ്മൾ ഇറങ്ങി. ശരിക്കും നമ്മൾ ഡെൽമ മോളിൽ പോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയത്തില്ല. ചുമ്മാ ഇരുന്നപ്പോൾ ഓർത്തെന്നാൽ ഡെൽമ മോൾ വരെ പോയേക്കാം, കാരണം മുസഫ വരെ പോയതല്ലായിരുന്നോ. അങ്ങനെ ഡെൽമ മോളിൽ കൂടെ ഞങ്ങൾ അറഞ്ചം പുറഞ്ഞും തപ്പി നടന്നത് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറുക, കഴിക്കുക എന്നുള്ളതായിരുന്നു ഒരു ഫുഡ്. അങ്ങനെ തപ്പി അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ അത്യാവശ്യം ഒന്ന് കഴിക്കാൻ വിചാരിക്കുമ്പോൾ ഒരു നല്ല റെസ്റ്റോറൻറ്റ് മനസ്സിന് പിടിച്ച് കിട്ടുകയല്ലെന്നേ. ജസ്റ്റിക്ക് നമ്മുടെ കമ്മത്തിൽ പോകാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ബാർബിക്യൂ നേഷനിൽ പോകണ്ട, ഇതെല്ലാം അൽവാദ മോളിലും ഉള്ളതല്ലേ, വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തപ്പി നടന്നപ്പോൾ ബോർഡേഴ്സ് കണ്ടാൽ പിന്നെ ജേഡു വിടുകയല്ലോ. ജേഡുവിന് ഭയങ്കര ഇഷ്ടമാണ് ബോർഡേഴ്സിൽ കയറുന്നത്. ഏതൊക്കെയോ ബുക്സ് നോക്കണമെന്ന് പറഞ്ഞു. എന്നോട് കുറേ ആൾക്കാർ കമൻസിൽ ചോദിക്കാറുണ്ട്, ജേഡൻ എവിടെ നിന്നാണ് ബുക്സ് എടുക്കുന്നത്, ഏത് ഷോപ്പിൽ നിന്നാണ് ജേഡു മെയിനായിട്ടും ബുക്സ് എടുക്കുന്നതെന്ന്. ജേഡുക്കുട്ടൻ എടുക്കുന്നത് ബോർഡേഴ്സിൽ നിന്നാണ് മെയിനായിട്ടും. ഏറ്റവും വലിയ ബോർഡേഴ്സ് ഉള്ളത് നമ്മുടെ ഡെൽമ മോളിലോട്ടോ. വലിയൊരു ബോർഡേഴ്സ് മാത്രമല്ല, ബട്ട് ഇനിയുണ്ട് നമ്മുടെ സ്വന്തം DC ബുക്സ്, so that you can also read in India. Those who are asking for books, എവിടെ നമ്മുടെ മോസ്റ്റ് പീപ്പിൾ ആണ് ആസ്കിങ് ആണ് എവിടെ എൻ്റെ ബുക്സ് ആണ്. ഞാൻ പറയുന്നത് മോസ്റ്റ് ബോർഡേഴ്സ് ആണ്, മോസ്റ്റ് ആമസോൺ ആണ്, മോസ്റ്റ് നൂൺ ആൻഡ് മോസ്റ്റ്
നമ്മുടെ സ്വന്തം DC ബുക്സ്. ഒത്തിരി ബുക്സ് ഉണ്ട്, അത് DC ബുക്സ് ഉണ്ട്. സോ അത് നീ അറിയുന്ന ഇപ്പൊ എൻ്റെ സീക്രട്ട്. എന്താ പിന്നെ ഇംഗ്ലീഷോ അന്നെങ്കിൽ മലയാളമോ പറഞ്ഞാൽ പറഞ്ഞത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു വല്ലാത്ത അവസ്ഥയായി. ഞാൻ ബുക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾക്ക് പറയണമെന്ന് പറഞ്ഞ് വന്നാൽ കേട്ടോ, നിങ്ങൾ ക്ഷമിക്ക്. മലയാളവും ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് പിന്നെ മലയാളം ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുള്ളി പറയാൻ വന്നത്, പുള്ളി ഇവിടെ ബോർഡേഴ്സ് അല്ലാതെ പിന്നെ മോസ്റ്റ് ബുക്സ് വായിക്കുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിക്കും, പിന്നെ നൂണിൽ നിന്ന് വാങ്ങിക്കും. ഇതൊന്നുമില്ല, നാട്ടിൽ പോകുമ്പോൾ DC ബുക്സ് ആണ് അവൻ്റെ ഫേവറേറ്റ് എന്ന്. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഒത്തിരി ബുക്സ് വാങ്ങിക്കാറുണ്ട് കേട്ടോ DC ബുക്സിൽ നിന്ന്. അങ്ങനെ അവിടെ ബുക്സ് എല്ലാം തപ്പി കുറേ ബുക്സുകളുണ്ടായിരുന്നു. ജേഡുവിന് ഇഷ്ടപ്പെട്ട ബുക്സ്, ജേഡുവിന് മാത്രമല്ല കേട്ടോ, നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ബുക്സ് ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ അവിടെ അരുന്ധതി റോയുടെ ബുക്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേർ അരുന്ധതി റോയൊക്കെ കണ്ട് വളരണ്ടേ അല്ലേ, അല്ലെ വായിച്ച് വളരണ്ടേ. ജസ്റ്റ് വിശക്കുന്നുണ്ടോ? എനിക്ക് വിശന്ന ഇപ്പം ജസ്റ്റ് ഞാൻ കൊന്നേനെ. കോഫി കുടിച്ചോണ്ട് ഞാൻ നിൽക്കുന്ന. അങ്ങനെ നമ്മൾ ബോർഡേഴ്സിൽ നിന്നൊക്കെ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മെയിനായിട്ട് തപ്പിക്കൊണ്ടിരുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റാണ്. ഞാൻ ഇടയ്ക്കൊരു കോഫി കുടിച്ചത് കൊണ്ടും അവൻ എന്തോ കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ജസ്റ്റിക്ക് വിശക്കുന്നുണ്ടായിരുന്നെന്ന് നന്നായിട്ട് മനസ്സിലായി. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം തപ്പി. ഞങ്ങൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ കയറുകയാണ് ഈ സുഷി ലൈബ്രറിയിലെ. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. വേണ്ടാന്നല്ല, ജസ്റ്റ് കയറിക്കളാൻ പറഞ്ഞു. പക്ഷേ ജസ്റ്റിക്ക് സുഷി ഒന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇറങ്ങിയതാണ്. പിന്നെ അവസാനം തപ്പി പിടിച്ച് പിന്നെയും ഞങ്ങൾ സുഷിയിൽ തന്നെ വന്നു. എനിക്കും ജഡുവിനും ഭയങ്കര ഇഷ്ടം കേട്ടോ സുഷി. അങ്ങനെ അവിടെ കയറി ഒരു ചിക്കൻ ഷുമൈ പറഞ്ഞു, പിന്നെ വേറെ പേരറിയാത്ത എന്തൊക്കെയോ പറഞ്ഞു. ഇതിൻ്റെ ഒന്നും പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഓർഡർ ചെയ്തപ്പോൾ ഞാൻ നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിനും കൂടെ ഇഷ്ടമുള്ള എന്തൊക്കെയോ കുറേ സാധനങ്ങൾ പറഞ്ഞു. കാരണം ഇവിടെ ജസ്റ്റിയുടെ ഇഷ്ടം നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ജസ്റ്റ് ഈ സൂഷി അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കത്തില്ല. പക്ഷേ പാവമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് കയറി വരുന്നതാണ് കേട്ടോ. അങ്ങനെ എന്നാൽ പിന്നെ ഞങ്ങൾ കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ജസ്റ്റിയെ നമ്മൾ വാങ്ങിക്കണമല്ലോ. ഞാൻ നോക്കിയപ്പോൾ ജസ്റ്റിക്ക് കഴിക്കാൻ പറ്റുന്നൊന്നുമില്ല. അവസാനം ഫൈനലി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് കണ്ടു. അങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് പറഞ്ഞു. ഞങ്ങൾ ഓർഡർ ചെയ്താൽ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെയൊന്നും പേര് മാത്രം എന്നോട് ചോദിക്കരുത്. ചിലതിൻ്റെ പേരറിയാം കേട്ടോ. ഒരു സുഷി പറഞ്ഞത് ഒരു ചീസി ഔറിസൈക്കോ അങ്ങനെ എന്തോ പേരായിരുന്നു. ആദ്യമായിട്ട് കേൾക്കും ഞാൻ ഇതിൻ്റെ പേരൊക്കെ ഹോണസ്റ്റ്ലി പറഞ്ഞാൽ. പിന്നെ എന്താ പറയേണ്ടത്, പിന്നെ ഒരു സ്റ്റാർട്ടർ പറഞ്ഞു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇച്ചിരി കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയുമല്ലോ. അപ്പോൾ ഞാൻ ജേഡുവിനോട് പറഞ്ഞു, ജേഡു നമുക്കിനി ജസ്റ്റ് ഇല്ലാതെ വരാം, ജസ്റ്റിയും കൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റിയോട് കുറേ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മളൊരു സാധനം ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ അത് നമുക്ക് ഇഷ്ടമുണ്ടോ അല്ലയോ എന്നറിയാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ ജസ്റ്റ് അത് അങ്ങനെയല്ല, ജസ്റ്റ് ട്രൈ ചെയ്ത് പോലും നോക്കില്ല. അത് ജസ്റ്റ് ഏത് സാധനം, അതിപ്പോൾ ഈവൻ എന്താ പറയുക, സുഷിയോ അല്ല ജാപ്പനീസോ അല്ല കൊറിയൻ അങ്ങനെയൊന്നുമില്ല. അത് ഈവൻ ഇന്ത്യൻ ഫുഡാണെങ്കിലും ചില സാധനങ്ങൾ പുള്ളിക്ക് ഇഷ്ടമില്ല എന്ന് മനസ്സിൽ വിചാരിച്ചാൽ പുള്ളി ഇത് ട്രൈ ചെയ്ത് നോക്കുകയില്ല. ഞാൻ കുറേ നിർബന്ധിച്ചു. ശരിക്കും ഞാൻ ഈ ഒരു സാധനം നല്ല യമ്മിയായിരുന്നു, പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ നിർബന്ധിക്കാനൊന്നും പോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ റമേൻ വന്നു, അത് കഴിച്ചു. അതാണെങ്കിലും വലിയൊരു ബോളിനകത്തായിരുന്നു. കൊച്ചത്രയും കഴിക്കരുതെന്ന് എനിക്കറിയായിരുന്നു. ആദ്യം കുറച്ച് നേരം ജേഡു കഴിച്ചു. പിന്നെ ജേഡു കഴിച്ചിട്ട് ബാക്കി ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഒത്തിരി എന്താ പറയണ്ട, വല്ലാണ്ട് സുഷി ഭ്രാന്തന്മാരാണ്. അങ്ങനത്തെ അതല്ല ഈ ടൈപ്പ് ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ ഡെൽമ മോളിലുള്ള സുഷി ലൈബ്രറിയിൽ പോയാൽ മതി കേട്ടോ. നല്ല യമ്മിയായിരുന്നു. നമ്മൾ കഴിച്ച ഫുഡെല്ലാം തന്നെ നല്ലതായിരുന്നു. അങ്ങനെ ഞാനും ജേഡും ജസ്റ്റിയുടെ ഫുഡ് വരാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്തില്ല, ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. വിശന്നിരുന്ന ജസ്റ്റ് ആണെങ്കിലും കണ്ണിച്ചോരയില്ലാത്ത ഞങ്ങൾ. അവസാനം ജസ്റ്റിയുടെ ഫ്രൈഡ് റൈസ് വന്നു കേട്ടോ. അപ്പോഴും ഞാൻ ജസ്റ്റിയോട് പറഞ്ഞു, ജസ്റ്റ് ഫ്രൈഡ് റൈസ് തന്നെയുള്ളൂ, അതിനെന്തെങ്കിലും സൈഡ് വേണ്ടേ. ബീഫും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളിക്ക് അതൊന്നും താല്പര്യമില്ല. എന്തെങ്കിലും ആയിട്ട് നമുക്ക് ഒരാളെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ പറ്റിയല്ലോ. അങ്ങനെ ജസ്റ്റ് ആ ഫ്രൈഡ് റൈസ് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഉണക്ക ഫ്രൈഡ് റൈസ് തന്നെ വാരി കഴിക്കുന്ന കണ്ടു. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പം അവിടെയുള്ള അവർ നമ്മുടെ ഫോട്ടോ എടുക്കാൻ വന്നു കേട്ടോ. ഞാൻ ഓർത്തവർ ചുമ്മാ എടുക്കുന്നതാണ്. അങ്ങനെ അവരെടുത്ത് തന്ന ഫോട്ടോയാണിത്. പക്ഷേ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഫോട്ടോ വലുതായിട്ട് ശരിയായില്ല കേട്ടോ. ഫോട്ടോ ഉള്ളായിരുന്നു, പക്ഷേ ലൈറ്റിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അങ്ങനെ ഒരു കോപ്പി നമുക്ക് തന്നു ഫോട്ടോ എടുത്തിട്ട്. കാലേട്ടൻ പറഞ്ഞപ്പോൾ ഇങ്ങനൊരു ലാമ്പിട്ട് ഞാൻ പറയാം, കുറച്ച് ചോറെടുത്ത് കിഴക്കത്തിനകത്ത് കണ്ടല്ലേ, കുറച്ച് ചോറെടുത്ത് നല്ല കട്ടത്തൈര്, കാന്താരി മുളക്, പഴയ മീൻകറി എല്ലാം കൂടെ നല്ല ലാമ്പ് ഇട്ട് പഴങ്ങഞ്ഞി അതിനൊക്കെ മുമ്പ് ഇത് ഞങ്ങൾ
അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്രിസ്മസ് ഡെക്കോറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തപ്പി നടന്നു കേട്ടോ. ഇനിയിപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ സാധനങ്ങൾ പർച്ചേസിങ് ആണല്ലോ ഇനിയുള്ള അങ്ങോട്ടുള്ള. അങ്ങനെ അത് തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു സാധനം കണ്ടത്. അപ്പോൾ എൻ്റെയും ജോഡിൻ്റെയും വക കളരിപ്പയറ്റ്. ചുമ്മാ നമ്മൾ തമാശ കളി ചിലപ്പോൾ ചിറക്കുന്നത് സീരിയസ് ആയിട്ട് എടുക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കളിയെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഗ്ലാസ് കണ്ടു. ആ ഗ്ലാസ് വെച്ച് നോക്കണമെന്ന് ജസ്റ്റ് ഒരു ആഗ്രഹം വെച്ചപ്പം നല്ലൊരു അന്തൻ ലുക്ക്. അങ്ങനെ അവിടെ നിന്ന് കുറേ സാധനങ്ങളെല്ലാം നോക്കി നേരെ വീട്ടിലോട്ട്. അതുകൊണ്ട് ഇനി മേലെ എന്നോട് ചോദിച്ചേക്കരുത് ലിറ്റി ഷോപ്പിംഗ് വ്ളോഗില്ലേന്ന്. ശരിക്കും ഇതൊരു ഷോപ്പിംഗ് അല്ലായിരുന്നു കേട്ടോ, നിങ്ങൾ അന്നം തേടിയുള്ള യാത്ര. അപ്പോൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എൻ്റെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കി രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ശരി എന്നാൽ പോയേച്ചും വരാം.